എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1201 ആണ്ട് തുലാമാസം 21 തീയതി 7/11/2025 വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച ഭഗവതിയെ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും അനുകൂലം. ശുക്രനാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ അധിപൻ. ശുക്രനെ പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും. ഇന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുകൂലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം. ആദ്യമായി മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാൽ. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, ഗുണാധിക്യമാണ് കാണുന്നത്. എന്നാൽ വൈകുന്നേരത്തോടുകൂടി ചില ഇച്ഛാഭംഗങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾക്ക് വിധേയനാകേണ്ടി വന്നേക്കാം. സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകാം. സ്ത്രീകൾക്ക് പുരുഷന്മാരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി ഓരോ സ്റ്റെപ്പും ഓരോ ചവിട്ടുപടിയും വയ്ക്കേണ്ടതാണ്. ഇന്ന് വരെ ഉണ്ടാകാത്ത ചില മാനസിക സംഘർഷങ്ങൾ മൂലം വിഷമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകണം. നേരത്തെ ഉണ്ടായിരിക്കുന്ന ചില കടങ്ങളോ അല്ലെങ്കിൽ കടബാധ്യതകളോ ഒക്കെ ഒരു ഭീഷണിയായി വന്നു ഭവിക്കുവാനും ശാരീരികമായി ക്ഷതമേക്കുവാനും ഒക്കെ സാധ്യത കാണുന്നു. എന്നാൽ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ, സ്വന്തമായി കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായ ദിവസമാണ്. വലിയ ബിസിനസ്സിലോട്ട് പ്രവേശിക്കുന്നവർക്കും അതിനുവേണ്ട പണികൾ ചെയ്യുന്നവർക്കും ധനസഹായം തേടുന്നവർക്കുമൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മറുപടിയോ അല്ലെങ്കിൽ പെരുമാറ്റമോ ഒക്കെ ഉണ്ടായിട്ട് മനക്ലേശമുണ്ടാകാനും സാധ്യത കാണുന്നു. എല്ലാവരോടും വളരെ മര്യാദയോടുകൂടി പെരുമാറേണ്ട ഒരു ദിവസമാണ് ഇന്ന്. അനാവശ്യമായ കോപമോ അല്ലെങ്കിൽ അനാവശ്യമായ പ്രതികരണമോ ഇന്നത്തെ ദിവസം ഉണ്ടായാൽ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യത കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാമൂഹ്യ പ്രവർത്തകർക്കുമൊക്കെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കലാകാരന്മാർക്ക്, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് കല്ലിടാനും മറ്റുമൊക്കെ ഇന്ന് നല്ല ദിവസമാണ്. ഇന്ന് തുടക്കം കുറിക്കാൻ നല്ലൊരു ദിവസമായിരിക്കും. അതുപോലെ വാഹനം വാങ്ങാനും ഇന്ന് അനുകൂലമായ ഒരു ദിവസമായി കാണുന്നു. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് കുറച്ച് ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകേരത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ഒരുപാട് നാളായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. വാഹനം വാങ്ങൽ, വാഹനം വിൽക്കൽ അല്ലെങ്കിൽ വസ്തു വാങ്ങൽ, വസ്തു വിൽക്കൽ, ഇക്കാര്യങ്ങളിലൊക്കെ ആഗ്രഹം വെച്ചിരിക്കുന്നവർക്ക് ഇന്നത് സഫലീകരിക്കുന്ന ദിവസമാണ്. അതേപോലെ വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുന്ന ദിവസമാണ്. പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. കായികമായ ഏത് ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായി തന്നെയാണ് കാണുന്നത്. സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഇന്ന് കടം കൊടുത്താൽ തിരിച്ചു കിട്ടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യം മാറ്റിവെക്കുന്നത് വളരെ നന്നായിരിക്കും. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകേരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. സന്താനങ്ങളെ ഓർത്ത് വളരെ അഭിമാനം കൊള്ളുന്ന ഒരു ദിവസമായിരിക്കും. സന്താനങ്ങളുടെ പരീക്ഷാ വിജയം, അഡ്മിഷൻ അല്ലെങ്കിൽ അവരുടെ ജോലി, ഇതിനെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ, പേരക്കുട്ടികൾ ജനിക്കുക അല്ലെങ്കിൽ പേരക്കുട്ടികളുണ്ടാകാൻ സാധ്യത ഉണ്ടാവുക, വിവാഹം നടക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ അനുകൂലമായി എല്ലാ വിഭാഗക്കാർക്കും അനുഭവിക്കാവുന്നതാണ്. അതേപോലെ കമിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന്. സ്വന്തം വിവാഹം തീരുമാനിച്ചതിൽ സന്തോഷിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഏതെങ്കിലും രീതിയിലുള്ള ദുഷിച്ച സ്വഭാവങ്ങൾ
സ്വഭാവ വൈകല്യങ്ങൾ ഒക്കെ സ്വീകരിച്ചിട്ടുള്ളവർക്ക് വളരെ വലിയൊരു ആപത്തുള്ള ഒരു ദിവസമായിരിക്കുമെന്ന്. ഇന്ന് മദ്യപാനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രതികൂലമായ അനുഭവങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. വളരെ വലിയ കേസിലൊക്കെ ചെന്നപ്പെടാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. ആർക്കും തന്നെ ഇത്തരത്തിലുള്ള ദുസ്വഭാവം നല്ലതല്ല. എപ്പോഴും നമുക്ക് നമ്മുടെ ഇത്തരത്തിലുള്ള അനാവശ്യമായ ദുസ്വഭാവങ്ങളിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നത് ഏറ്റവും നല്ല ഒരു തീരുമാനമായിരിക്കും. ആ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുക. എഴുത്തുകാർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. പ്രതീക്ഷിച്ചിരിക്കാത്ത ലാഭങ്ങളുണ്ടാകുന്ന ദിവസമാണ്. പണമിടപാടുകളിൽ ഉണ്ടായിരുന്ന ചില വൈഷമ്യങ്ങൾ മാറി കിട്ടുവാനും പ്രതീക്ഷ ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. ദൂരയാത്രയ്ക്ക് സാധ്യതയുള്ളൊരു ദിവസമായി കാണുന്നു. ക്ഷേത്ര ദർശനങ്ങൾക്കും അതേപോലെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പണ ഇടപാടുകൾക്കുമൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. എന്നാൽ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട് ആലോചനയില്ലാത്ത പ്രവൃത്തികളിൽ ഏർപ്പെട്ട് വളരെയധികം മനക്ലേശം ഉച്ചയ്ക്ക് ശേഷം അനുഭവിക്കാൻ സാധ്യത കാണുന്നു. അകലെ ഇരിക്കുന്ന ബന്ധുക്കൾ വളരെ പ്രതികൂലമായി പ്രതികരിച്ചേക്കാവുന്നൊരു ദിവസമാണ്. ഇന്ന് ബന്ധുക്കളുടെ സന്ദർശിക്കുന്നതിനോ അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ടുള്ള ഏതെങ്കിലും ഇടപാടുകൾക്കോ ഒട്ടും തന്നെ നല്ലൊരു ദിവസമല്ല. എന്നാൽ ഗൃഹനിർമ്മാണത്തിനോ വസ്തു വാങ്ങാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. വസ്തു വിൽക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒട്ടും തന്നെ അനുകൂലമായ ദിവസമായിരിക്കില്ല. വാഹനങ്ങൾക്ക് റിപ്പയർ വരാം, ഗൃഹോപകരണങ്ങൾക്ക് കേടുപാട് വരിക, ഇത്തരത്തിലുള്ള ഒരു സാധ്യത ഇന്നത്തെ ദിവസം കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. എന്നാൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അസമയത്ത് കാട് പിടിച്ച സ്ഥലങ്ങളിലോ തോട്ടുവക്കത്തോ പറമ്പിലോ ഒക്കെ റോഡിൻ്റെ അരികിലോ മതിലിനോട് ചേർന്നൊന്നും നിൽക്കാതിരിക്കുക. ഇന്ന് വിഷഭയം ഉള്ള ഒരു ദിവസമായിരിക്കും. ഏതെങ്കിലും രീതിയിലുള്ള വിഷഭയം അനുഭവിക്കാം. അതേപോലെ വിഷം എന്ന് പറയുമ്പോൾ നമ്മുടെ മരുന്നുകളും വിഷമാണ്. മരുന്നുകൾ കഴിച്ചിട്ട് റിയാക്ഷൻ ഉണ്ടാകാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. അലർജിയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് വളരെ നന്നായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ധാരാളം ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്ന് പുതിയ പുതിയ ഓഫറുകൾ വരാനും പുതിയ പുതിയ മേഖലകളിലോട്ട് പണം നിക്ഷേപിക്കാനുമൊക്കെ പറ്റിയ ഒരു ദിവസമായിരിക്കും. വാഹനാദി കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ദിവസമാണ്. പഴയ വാഹനം കൊടുത്ത് പുതിയ വാഹനങ്ങൾ വാങ്ങുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഇന്ന് അനുകൂലമായൊരു ദിവസമാണ്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരേര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. എന്നാൽ ദോഷാധിക്യമാണ് കാണുന്നത്. ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു. അതേപോലെ വിഷഭയം, ഭക്ഷ്യവിഷ ബാധ ഇതിനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് പുറത്തുനിന്നുള്ള ഭക്ഷണം തീർച്ചയായും ഒഴിവാക്കുക. മദ്യപാനശീലമുള്ളവർ തീർച്ചയായും അത് ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ ഉദരസംബന്ധമായ രോഗം അനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ കരൾ സംബന്ധമായ രോഗം അനുഭവിക്കുന്നവർക്കൊക്കെ ഇന്ന് ഭീഷണിയായ ഒരു ദിവസമാണ്. വളരെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള അസുഖം അനുഭവപ്പെട്ടാൽ തീർച്ചയായും വൈദ്യസഹായം തേടേണ്ടതാണ്. ശരീരത്തിലുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും ശ്രദ്ധിച്ച് ചികിത്സയ്ക്ക് വിധേയരാകേണ്ട ദിവസമാണ് ഇന്ന്. അല്ലെങ്കിൽ അതിന് ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. എല്ലാ വിഭാഗക്കാർക്കും ഇത് ബാധകമാണ്. എന്നാൽ ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും. വൈദ്യസഹായം തേടുന്നവർക്കും അനുകൂലമായൊരു ചികിത്സാ സമ്പ്രദായത്തിലോട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്ന ദിവസമാണ്. കുടുംബാംഗങ്ങൾ ചിലർക്ക് ഉണ്ടാകുന്ന ചില മനക്ലേശങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി അഭിമാനിക്കാനുള്ള ഒരു സാഹചര്യം വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വിഷഭയം ഒഴിവാക്കാനാകുന്നതല്ല. ചിലപ്പോൾ കഴിക്കുന്ന ഗുളികയിലും ഒക്കെ ഈ വിഷാംശം അടങ്ങിയിട്ട് നമുക്ക് ദോഷങ്ങൾ വന്നു ചേരാനായിട്ട് സാധ്യത കാണുന്നു. അതുപോലെ പുറത്തു നിന്നുള്ള ഭക്ഷണം, സദ്യ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികളിൽ പങ്കെടുക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടതാണ്. ഉന്നതമായ പദവിയിലിരിക്കുന്ന ആളുകൾക്കെല്ലാം ഇന്ന് വളരെയധികം ടെൻഷൻ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്.
വലിയ സംഘർഷമുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങളെടുത്ത് ഏതെങ്കിലും ഒരു വിഭാഗക്കാരുടെ ശത്രുത സമ്പാദിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പ്രതികൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ഉദ്യോഗസ്ഥർക്കും വളരെ പ്രതികൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. കൃഷിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, ജലവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് പ്രതികൂലമായൊരു ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് തുലാരാശിക്കാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, ഗുണാധിക്യമാണ് കാണുന്നത്. വളരെയധികം സംഘർഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കൊക്കെ തീരുമാനമുണ്ടാകുന്നൊരു ദിവസമായിരിക്കും. പ്രതീക്ഷിച്ചതിലേറെ ലാഭം കിട്ടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. എല്ലാ ബിസിനസ്സുകാർക്കും അത് ബാധകമാണ്. പ്രത്യേകിച്ച് ചെറുകിട വ്യവസായികൾക്കും ചെറുതായി തൊഴിൽ ചെയ്യുന്ന അല്ലെങ്കിൽ കായികമായി ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ ദൂരയാത്രയ്ക്ക് പ്രതീക്ഷിക്കുന്നവർക്ക് പ്രതികൂലമായൊരു മറുപടി ലഭിക്കുന്നതാണ്. അത് മനസ്സിനെ വളരെയധികം മതിക്കുകയും ഡിപ്രഷനിലോട്ട് വരെ പോകാൻ സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് വളരെ ഈശ്വരവിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഇരിക്കേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. വിവാഹിതരായ ആളുകൾക്കും ചില മാറ്റങ്ങൾ വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അത് ഏതെങ്കിലും പുറത്തു നിന്നുള്ള ആളുകളുടെ ഇടപെടൽ മൂലം ചില പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യത ഉള്ളതുകൊണ്ട് എല്ലാവരും അവരുടെ വ്യക്തിത്വത്തിൽ ഒരു നീതി പുലർത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്നത്തെ ദിവസം ഇത്തരത്തിലുള്ള ചില കലഹങ്ങൾ വന്നു ഭവിക്കാനായിട്ട് സാധ്യത കാണുന്നു. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇത് ബാധകമാണ്. IT മേഖലയിൽപ്പെട്ടവർക്ക് ഇന്ന് വളരെ നല്ല ദിവസമായിരിക്കും. അംഗീകാരങ്ങൾ ലഭിക്കുന്ന ദിവസമായിരിക്കും. പുതിയ പുതിയ പ്രോജക്റ്റുകളെല്ലാം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. ഒരുപാട് കാര്യങ്ങൾക്ക് ശാസന കേൾക്കേണ്ടതായിട്ട് വരും. ചില കാര്യങ്ങൾ തെറ്റായി ചെയ്യുന്ന മൂലം തൊഴിൽ വരെ നഷ്ടപ്പെട്ടേക്കാനുള്ള സാഹചര്യം തെളിഞ്ഞു വന്നേക്കാം. പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അതേപോലെ പരദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഇത് ബാധകമാണ്. ഏത് തൊഴിലിലും ഒരു എളിമത്വം നമുക്ക് ആവശ്യമാണ്. എളിമത്വത്തിനാണ് എപ്പോഴും അംഗീകാരം ലഭിക്കുക. പെട്ടെന്നുണ്ടാകുന്ന കോപത്തിൽ സംസാരിക്കുന്നത് മൂലം ശത്രുത ഉണ്ടാകാനും സാധ്യതയുണ്ട്. സ്വന്തം ആൾക്കാരുമായും അന്യ ആൾക്കാരുമായും വളരെ ശ്രദ്ധിച്ച് ഇടപെടേണ്ട ഒരു ദിവസമാണ് ഇന്ന്. ഏതെങ്കിലും രീതിയിലുള്ള വാക്ക് തർക്കത്തിലോ മറ്റോ ചെന്നുപെട്ടാൽ വലിയ വിപത്തുകൾ ഭാവിയിൽ വന്നേക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ സാമ്പത്തിക ഇടപാടുകളിൽ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ ദോഷകരമല്ലാത്ത ലാഭം കിട്ടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് വളരെ ഗുണകരമായ പല അനുഭവങ്ങളും വന്നു ചേരുന്ന ദിവസമാണ്. പ്രതീക്ഷിക്കാതെ ചില ലാഭങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. ഏറ്റവും വിശ്വസ്തരായ ചില ആളുകൾ സമയത്ത് വാക്ക് പാലിക്കാതെ വരുന്ന മൂലം ചില സംഘർഷങ്ങൾ അനുഭവിക്കാൻ സാധ്യത ഉള്ളതൊഴിച്ചാൽ ഇന്നത്തെ ദിവസം ശാന്തവും സമാധാനം നിറഞ്ഞതുമായി കാണുന്നു. എന്നാൽ കണ്ടകശനി 4-ൽ നിൽക്കുന്നതുകൊണ്ട് മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് മാതാവിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. ഗ്രഹത്തിലുള്ളവർക്ക്, മാതൃതുല്യരായവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമോ അല്ലെങ്കിൽ വിയോഗമോ ഒക്കെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള മാനസിക ക്ലേശങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. സന്താനങ്ങളെ കൊണ്ട് വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. അതേപോലെ അത് ഉച്ചവരെയാണ്. ഉച്ചയ്ക്ക് ശേഷം ആണ് ചില മാനസിക പ്രശ്നങ്ങൾ വന്നു ഭവിക്കാൻ സാധ്യത. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോകുക. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിലും വലുത്. അതുകൊണ്ട് സർവേശ്വരൻ നിങ്ങളെ രക്ഷിക്കട്ടെ. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, ഗുണാധിക്യമാണ് കാണുന്നതെങ്കിലും ചില ദോഷങ്ങൾ പ്രതികൂലമായി തന്നെ വന്നേക്കാം. വാഹനങ്ങളിൽ നിന്ന് വീഴാനോ അല്ലെങ്കിൽ വാഹനാപകടങ്ങൾ ഉണ്ടാകാനോ ഒക്കെ സാധ്യതയുള്ള ഒരു വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ദിവസമാണെങ്കിലും പുറത്ത് അധികം
ഇറങ്ങാതെയും വാഹനങ്ങൾ സ്വയം ഓടിക്കാതെയും ഒക്കെ ശ്രദ്ധിച്ചാൽ അത് ഒഴിവാക്കാവുന്നതാണ്. എന്നാൽ സാമ്പത്തികമായിട്ട് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ലാഭം ലഭിക്കുന്ന ഒരു ബിസിനസ് വന്നു ചേരുന്നതാണ്. അല്ലെങ്കിൽ ഇന്നത്തെ ബിസിനസ്സിൽ നിലവിലുള്ള ബിസിനസ്സിൽ ധാരാളം ലാഭം കൊയ്യാവുന്നൊരു ദിവസമായിരിക്കും. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുമൊക്കെ വളരെ ലാഭം കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. ചെറുകിട വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. എന്നാൽ വൻകിട ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് അത്ര ലാഭമുണ്ടാകുന്ന ദിവസമല്ല, പ്രതികൂലമായൊരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾ ഉള്ളവർ വളരെ ശ്രദ്ധിക്കുക. അതിന് അനുസരിച്ചതായ രീതിയിലുള്ള ഒരു ചിട്ട ഇന്ന് ഉണ്ടാകേണ്ടതാണ്. അല്ലാത്ത പക്ഷം അത് അധികരിക്കുന്നതായിട്ട് കാണുന്നു. രാഷ്ട്രീയക്കാർക്ക് അതുപോലെ പൊതുപ്രവർത്തകർക്കൊക്കെ ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും. തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഒരു ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാൽ. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന ഇന്നത്തേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളുണ്ടായിരുന്ന നഷ്ടങ്ങൾ നികത്താനായിട്ട് സാധ്യതയുണ്ട്. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾക്കൊക്കെ ഒരു പരിഹാരം ലഭിക്കുന്ന ദിവസമാണ്. ഉന്നതമായ ചില ബന്ധങ്ങൾ വന്നു ചേരാനും ഉന്നതരായ ചില വ്യക്തികളുമായി ബന്ധപ്പെടാനും പുതിയ തൊഴിൽ സാധ്യത തെളിഞ്ഞു വരാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് വളരെ അനുകൂലമായ ദിവസമാണ്. പ്രത്യേകിച്ച് ടെക്നോളജി ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കും IT ഫീൽഡിലുള്ളവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ നല്ലതാണ്. അതുപോലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നവർക്ക് നേതൃത്വ സ്ഥാനം വഹിക്കാനുള്ള സാധ്യത കാണുന്നു. ചില കാര്യങ്ങളിൽ നല്ല ഉറച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനായിട്ട് ഇന്നത്തെ ദിവസം നല്ല ദിവസമായിരിക്കും. വൈദ്യ സഹായം തേടുന്നവർക്കും ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമാണ്. ആരോഗ്യമേഖലയിലുള്ളവർക്ക് ആരോപണങ്ങൾക്ക് വിധേയരാകുകയും വലിയ വലിയ കേസുകളിൽ ചെന്ന് പെടുകയൊക്കെ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഓരോ സ്റ്റെപ്പും വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് വയ്ക്കുക. ഈശ്വര പ്രാർത്ഥന വളരെ അനുകൂലമായി ഉണ്ടായിരുന്നാൽ എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള ഒരു സാഹചര്യം വന്നു ചേരുന്നതാണ്. ഈശ്വര പ്രാർത്ഥനയിലൂടെ മുൻപോട്ട് പോകുക. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറുകളിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതികാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്കല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ജന്മശനി ഉള്ളതിനാൽ ചില വേദനകൾ, നടുവ് വേദന, നടുവ് വെട്ടൽ, കഴുത്തിന് വേദന ഇതൊക്കെ വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. കിടക്കുമ്പോൾ പോസ്ചറൊക്കെ കറക്റ്റ് ചെയ്ത് നോക്കുക. കാല് വേദനയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. മൊത്തത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദന മൂലം സന്തോഷം കെട്ടുപോകുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ മറ്റ് ചില കാര്യങ്ങളിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ സന്തോഷമുണ്ടാകുന്നൊരു ദിവസമാണ്. ഏതെങ്കിലും പർച്ചേസ് നടത്താനായിട്ടിരിക്കുന്ന ആളുകൾക്ക് ഹെയർ പർച്ചേസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രഹം, വസ്തു ഇതെല്ലാം വാങ്ങാനിരിക്കുന്നവർക്കൊക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. കുടുംബത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകൾക്കൊക്കെ ശമനം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഗ്രഹമാറ്റത്തിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. കൂടാതെ വാക്ക് പാലിക്കാത്തത് കൊണ്ട് ചില മാനസിക സംഘർഷങ്ങളും ശത്രുതയും ഒക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ പ്രതികൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഇന്ന് പ്രതികൂലമായ സാഹചര്യങ്ങൾ നേരിടേണ്ടതായി വരാം. ശാരീരികമായ പ്രശ്നങ്ങൾ അലട്ടുന്ന ആളുകൾക്ക് പുതിയ ഒരു ചികിത്സാരീതി കണ്ടെത്താനും വലിയ പ്രതീക്ഷയോടുകൂടി അത് സ്വീകരിക്കാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. സ്വർണം വാങ്ങാനും സ്വർണം വിൽക്കാനുമൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ദൂരയാത്രയ്ക്ക് പ്രതീക്ഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായ മറുപടികൾ, അതേപോലെ പങ്കാളിക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങളും ജോലിയും തൊഴിലും ഒക്കെ ലഭിക്കുന്നത് കൊണ്ട് സന്തോഷം ഒക്കെ വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും സർവേശ്വരൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.